ശ്രീകോവിലിൽ ശ്രീ മഹാദേവനെ തൊഴുത് ക്രമപ്രകാരം പ്രദക്ഷിണം ചെയ്യണം. നേരിൽ ദർശിച്ച ദൈവത്തെ തന്റെ ഉള്ളിലാക്കുന്ന അനുഷ്ഠാനമാണ് പ്രദക്ഷിണം. ശിവന് 3 പ്രദക്ഷിണമാണ് വിധിച്ചിട്ടുള്ളത്. ദേവസന്നിധിയിലെത്തുവാൻ 3 സ്വർലോകങ്ങളെ പ്രദക്ഷിണം ചെയ്യേണ്ടതുണ്ട്. അതിനാലാണ് ഇവിടെ ക്ഷേത്രപ്രദക്ഷിണം 3 നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീലകത്ത് മഹാദേവനെ കണ്ട് ദർശന സായുജ്യം നേടിയാൽ പിന്നെ കിഴക്കേ ബലിക്കൽപുര വഴി പുറത്തേക്ക് കടന്ന് കൊടിമരം ചുറ്റണം. പുറത്തു കടന്നാൽ ക്ഷേത്രമതിൽക്കകത്ത് തെക്ക് കിഴക്കായി തീർത്ഥക്കുളം കാണാം. ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ ശ്രീകോവിൽ ഇതിന് സമീപമുണ്ട്. ഉദയാസ്തമനങ്ങളില്ലാതെ എപ്പോഴും ഒരുപോലെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന പരമാചാര്യനാണ് ദക്ഷിണാമൂർത്തി. ആത്മസ്വരൂപത്തെ ചിന്മുദ്ര കൊണ്ട് ഭക്തർക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്ന ആ ദക്ഷിണാമൂർത്തിയെ നമിക്കണം. ദക്ഷിണാമൂർത്തിയുടെ ശ്രീകോവിലിന് സമീപത്താണ് മേൽക്കൂരയില്ലാത്ത ദേവസ്ഥാനം. ഇവിടെ മധ്യത്തിലായി ശ്രീ അയ്യപ്പനും വലതുഭാഗത്ത് ഹനുമാൻ സ്വാമിയും ഇടതുഭാഗത്ത് നാഗദേവതകളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മേൽക്കൂരയില്ലാത്ത ദേവസങ്കേതമെന്നത് പ്രാചീന ആരാധനയുടെ നൈസർഗിക പ്രതീകമാണ്. ഈ ചുറ്റുമതിൽക്കെട്ടിലെ ദേവതമാരെ തൊഴുതു കഴിയുമ്പോൾ നാം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തുകയായി. നാലമ്പലത്തിന് പുറത്ത് ഇവിടെയായി നമുക്ക് ശിവഭേദമായ പശുപതിയുടെ ശ്രീകോവിൽ ദർശിക്കാം. മുപ്പുരങ്ങളെ ദഹിപ്പിച്ച പാശുപതാസ്ത്രം വരിച്ച മഹാദേവനാണ് പശുപതിയെന്ന് അറിയപ്പെടുന്നത്. പാശുപതാസ്ത്ര മന്ത്രം 1 വട്ടം ജപിച്ചാൽ സർവവിഘ്ന പരിഹാരവും 100 ആവർത്തി ജപിച്ചാൽ യുദ്ധവിജയവുമാണ് ഫലം. പശുപതി പുണ്യം നേടി പരമാനന്ദ നിർവൃതി കൊണ്ടാൽ പിന്നെ പടിഞ്ഞാറേ നടയിലെ ശിവവന്ദനമാണ്. ദേവന്റെ പശ്ചിമദിക്കിലെ നടകാക്കുന്ന നടക്കൽ തേവരായ ശിവാംശത്തെ തൊഴുതാൽ അനന്തരം കൊട്ടാരത്തിൽ തേവരെ തൊഴണം. കൊച്ചി രാജവംശ കുടുംബങ്ങളുടെ അരിയിട്ട് വാഴ്ച നടന്നിരുന്നത് കൊട്ടാരത്തിൽ തേവരുടെ നടയിലാണ്. പല ഭാവങ്ങളിൽ സാന്നിധ്യം അരുളുന്ന തിരുവഞ്ചിക്കുളത്തപ്പൻ കൊച്ചി രാജകുടുംബത്തിന്റെ കുലപരദേവതയാണ്. പ്രശസ്തമായ പാമ്പുമേക്കാട്ടുമനയുടെ കുലദേവതയായ സർപ്പവും തിരുവഞ്ചിക്കുളത്തപ്പന്റെ ദാനമാണ്. പാമ്പുമേക്കാട്ടുമനയിലെ അമ്മയ്ക്ക് പണ്ട് ഓലക്കുടയിൽ സ്വർണവർണ്ണത്തിലുള്ള നാഗത്തെ കൊടുത്തയച്ചത് തിരുവഞ്ചിക്കുളത്തപ്പനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വടക്കേ കൊട്ടാരത്തിലെ ദർശനത്തോടെ തിരുവഞ്ചിക്കുളത്തപ്പന്റെ തിരുസാന്നിധ്യമുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിലെ പ്രദക്ഷിണ പദ്ധതി അവസാനിക്കുന്നു. കുംഭമാസത്തിലെ കറുത്ത വർഷത്തിലെ അഷ്ടമി ദിവസം കൊടിയേറി കറുത്തവാവോടുകൂടി ആറാട്ടോടുകൂടി ഇവിടുത്തെ ഉത്സവം സമാപിക്കുന്നു. ഉത്സവത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഉത്സവം തുടങ്ങണമെങ്കിൽ തുടക്കത്തിൽ ആദ്യത്തെ ദിവസം അഷ്ടമി ദിവസം വൈകുന്നേരം കൊടുങ്ങല്ലൂരമ്മ തിരിഞ്ഞുകൊളുത്ത് എത്തിച്ചേരണം. ആ ചടങ്ങിന് വേണ്ടി ഒരു ആനയോട്ടം ഇന്നും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ആനയോടി ബലിക്കപ്പുരയിലുള്ള പറ തൊട്ട് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുകൊളുത്തപ്പൻ്റെ മകളാണ്. മകളുടെ സാന്നിധ്യത്തിൽ അച്ഛൻ്റെ ഉത്സവം അതിഗംഭീരമായി നടത്തുന്നു എന്ന സങ്കല്പത്തിലാണ് ആ ആനയോട്ടം ഇന്ന് നടക്കുന്നത്. ആനയോട്ടം കഴിഞ്ഞാൽ അന്ന് രാത്രി 8 മണിയോടുകൂടി കൊടിയേറ്റും. ഇവിടുത്തെ തന്ത്രി മുഖ്യൻ ഊരകത്ത് പടിഞ്ഞാറെടുത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കാർമ്മികത്തിൽ കൊടിയേറി 8 ദിവസം ഉത്സവത്തോടെ അതിഗംഭീരമായി നടക്കും. ഉത്സവത്തിന് ചില പ്രത്യേക ചടങ്ങുകൾ എന്താ വെച്ചാൽ രണ്ടാമത്തെ ദിവസം മുതൽ പള്ളിവേട്ട ദിവസം 6 ദിവസം ഉത്സവബലി നടത്തേണ്ടതായ നടന്നു വരുന്നതുമായ ഒരു ക്ഷേത്രമാണ് തിരുഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം. ആ ഉത്സവബലിക്ക് തൊഴുന്നത് ഒരു നല്ല കാര്യമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടാൻ വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ ഉത്സവബലി വന്ന് തൊഴാറുണ്ട്. കൂടാതെ ഉത്സവ സമയത്ത് വേറെ ചടങ്ങുകളായിട്ടുള്ളത് പ്രദോഷ ദിവസവും ശിവരാത്രി ദിവസവും ഭഗവാന്റെ പഞ്ചലോകത്തിടമ്പ് തലയിൽ കയറ്റി രാത്രി ഒരു 11 മണിയോടുകൂടി മേൽശാന്തി ആനപ്പുറത്ത് നിന്ന് ചോട്ടിലേക്ക് ചാടി വന്ന് 3 പ്രദക്ഷിണത്തിനോട് ശിവരാത്രി നൃത്തവും പ്രദോഷ നൃത്തവുമുണ്ട്. നൃത്തം കാണുകയും അതിന് ആത്മശാന്തിക്ക് വേണ്ടി യഥാശക്തി വഴിപാടുകൾ ആ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുമേനിയുടെ കയ്യിലുള്ള ആ വെള്ളിപ്പാത്രത്തിലേക്ക് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്രകാരം ഇന്നും ഈ 2 ദിവസവും പ്രദോഷ ദിവസവും ശിവരാത്രി ദിവസവും പ്രദോഷ നൃത്തം ശിവരാത്രി നൃത്തം 2 നൃത്തവും അതിഗംഭീരമായിട്ട് ഇവിടെ കൊണ്ടാടുന്നുണ്ട്. ആ നൃത്തം കൂടാതെ പള്ളിവേട്ടയ്ക്ക് ചേരമാൻ പെരുമാക്കന്മാരുടെ ഒരു
പേരോട് സമീപമുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലമായ ചേരുമാൻ പറമ്പ് ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ തെക്കുമാറിയുണ്ട്. അവിടെയാണ് പള്ളിവേട്ടയ്ക്ക് വേണ്ടി ഭഗവാൻ പോകുന്നത്. പള്ളിവേട്ടയ്ക്ക് പാർവതി സമേതനായിട്ട് പോവും. അവിടെ പോയി പള്ളി വേട്ട എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചതായിട്ടൊന്നുമില്ല. ചേരുമാൻ പെരുമാളിൻ്റെ വകയായി ഒരു പറ നടക്കണം. ആ പറ നടക്കാനുള്ള അധികാരം ഇന്നും വടക്കേയിലത്തെ ഏറ്റവും കാരണവരായ മൂത്തതിനാണ്. അത് ഇന്നും നടന്നു വരുന്നു. കൂടാതെ ആറാട്ട് ദിവസം ആറാട്ടിന് വൈകുന്നേരം എഴുന്നള്ളിച്ചാൽ അറബിക്കടലിൽ ത്രിസന്ധ്യ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഭഗവാന്റെ ആറാട്ട് നടക്കും. അതിനും പാർവതി സമയനായിട്ട് പോവുക. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറയെടുക്കും. ഏകദേശം ആറാട്ട് കഴിഞ്ഞ് 5 കിലോമീറ്റർ ദൂരമുള്ള അറബിക്കടലിൽ പോയി തിരിച്ചെത്തുമ്പോഴേക്കും നേരം ഇവിടെ വെളുക്കും. അതിനുശേഷം കുടിയിറക്കും. ഇത് കഴിഞ്ഞാൽ 9ാമത്തെ ദിവസം ചടങ്ങുകൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ 9ാമത്തെ ദിവസം മകളായ കൊടുങ്ങല്ലൂർ അമ്മയെ തിരിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊണ്ടാക്കണം. അതിന് താലപ്പൊലി, കൊടുങ്ങല്ലൂർ അമ്മയുടെ താലപ്പൊലി എന്ന സങ്കല്പത്തോടുകൂടി 3 ആനപ്പുറത്ത് ഭഗവതിയും പരമശിവനും ശിവനും എഴുന്നള്ളി കൊടുങ്ങല്ലൂർ പോയി അവിടെ വലിയ തമ്പുരാന്റെ അകമ്പടിയോടുകൂടി അകത്തു നിന്ന് തിരുമേനിമാര് അടികൾ വന്ന് ഭഗവതിയെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. അതിവിപുലവും അതീവ മഹത്തരവുമായ ഒരു മഹാക്ഷേത്രത്തിന്റെ നിത്യപൂജകളിൽ പങ്കാളികളാകുക എന്നത് നിതാന്ത പുണ്യമാണ്. അതിവിപുലമായ കേരളീയ ശൈവോപാസനയുടെ ധ്യാനരൂപങ്ങൾ ഏകാത്മകമായി ഒന്നിക്കുന്ന അപൂർവമായ ഈ ക്ഷേത്ര സങ്കേതത്തിന് ചരിത്രത്തിലും സംസ്കാരത്തിലും പാരമ്പര്യ വഴക്കങ്ങളിലും ആഴത്തിൽ വേരോട്ടമുള്ള ആചാരങ്ങളുടെ പിൻബലമുണ്ട്. ശിവൻ സകുടുംബം വാഴുന്ന ക്ഷേത്രമെന്ന നിലയ്ക്ക് ശുദ്ധ ചൈതന്യ സ്വരൂപമായ ശിവതത്വവും സത്വരജ സ്തമോമയമായ പാർവതിയുടെ സ്ത്രൈണതത്വവും പ്രകൃതി പുരുഷന്മാരായി ഇവിടെ സമ്മേളിക്കുന്നു. ത്രിമൂർത്തികളിൽ ശിവന് മാത്രമായുള്ള സകുടുംബഭാവം വിശ്വൈക കുടുംബത്തിന്റെ മൂലാധാരം പോലെ കാണപ്പെടുന്നു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ശിവലോകത്തിന്റെ അണുമാത്രമായ പ്രതീകമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം. സർവജനരക്ഷകനും സദാശിവനും ചന്ദ്രകലാധരനുമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിൽ നിന്ന് ശ്രീ മഹാദേവന്റെ തൃപ്പാദങ്ങൾ നമിച്ചുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.